സംസ്ഥാന സർക്കാരിനെയും ഭരിക്കുന്ന പാർട്ടിയെയും ഏറെ പ്രതിസന്ധിയിലാക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ്. ഇത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് നിരവധി പാർട്ടിയിൽ തന്നെ ക്യാപ്സൂൾ ഉണ്ട്. പക്ഷേ അതൊക്കെ എപ്പോഴും ഒരു രക്ഷയായിട്ട് നിൽക്കും. നിരവധി ക്യാപ്സൂളുകളാണ് CPM-ഉം അതുപോലെ CPM-ൻ്റെ അനുഭാവികളും മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിനം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൽ പലതും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ക്യാപ്സൂളുകൾ ഒന്നും തന്നെ, ഈ വാദമുഖങ്ങളൊന്നും തന്നെ ആൾക്കാരുടെ സംശയത്തെ ദൂരീകരിക്കാൻ പറ്റുന്നതല്ല. അതുമാത്രമല്ല, അത് പുതിയ സംശയങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യുകയാണ്. വെളുക്കാൻ തേച്ചത് ഒടുവിൽ പാണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇവിടെ പൊതുവെ പറഞ്ഞാൽ CPM ഈ വിഷയത്തിൽ പബ്ലിക് റിലേഷൻസിലൊരു തന്ത്രമുണ്ട്. അതിന് സ്ട്രോമാൻസ് ആർഗ്യുമെൻ്റ് എന്ന് പറയും. അതായത് ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കുന്നു, അങ്ങേക്ക് അതിന് മറുപടിയില്ല. അത് മറുപടി പറഞ്ഞാൽ അങ്ങ് കുരുങ്ങുമെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങ് അതിന് വ്യക്തമായ മറുപടി പറയാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അത് വിദൂരമായ ബന്ധമെങ്കിലും മതി, മറ്റൊരു വിഷയത്തിലേക്ക് ഇത് എൻ്റെ ചോദ്യം മാറ്റിയിട്ട് അതിന് അങ്ങ് മറുപടി പറയും. ഇപ്പോൾ അരി എത്രയാണെന്ന് ചോദിച്ചാൽ പയർ 5. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ ഞാൻ ചോദിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അങ്ങ് അവഗണിക്കുകയാണ്. എന്നിട്ട് അങ്ങേക്ക് താല്പര്യമുള്ള എൻ്റെ ഏതെങ്കിലും ചോദ്യത്തിൽ ഒരു വാക്കോ ഒരു അക്ഷരമോ പോലും എടുത്തിട്ട് അത് ദുർവ്യാഖ്യാനം ചെയ്ത് അതിന് മറുപടി പറയുക. അത് സമർത്ഥന്മാരുടെ ഒരു ലക്ഷണമാണ്. അതൊരു തന്ത്രമാണ്, PR-ലെ ഒരു സ്ട്രാറ്റജിയാണ്. അത് പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ അതിന് പറയുന്ന പേര് ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രോമാൻസ് ആർഗ്യുമെൻ്റ് എന്നാണ്. അപ്പം മുഖ്യ ചോദ്യത്തിൽ നമ്മളങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാം, ആദ്യത്തെ ക്യാപ്സൂൾ എന്തായിരുന്നു. ആദ്യത്തെ ക്യാപ്സൂൾ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL ഇത്രയധികം പിന്നെ 2 രീതിയിൽ, അതായത് 1.5 കോടി രൂപയോളം സേവനങ്ങൾക്കെന്ന പേരിൽ, പിന്നീട് 1 കോടി രൂപ, 1 കോടിയിലധികം രൂപ അവരിൽ കടമായിട്ട് ഒരു CMRL വീണ ഉൾപ്പെടുന്ന മറ്റൊരു കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ 2 വിഷയങ്ങളും പറഞ്ഞിട്ട് പിന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ, അവർ പറയുന്നത് ഞങ്ങൾ ഇത് ബാങ്ക് അക്കൗണ്ടിലൂടെ ആണല്ലോ ഈ പൈസ വാങ്ങിച്ചത്, പിന്നെ ഇത് മോശം പണമായിരുന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങിക്കുമോ, നോട്ടായിട്ടല്ലേ ഞങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തേത്, ഈ വാങ്ങിച്ച പണത്തിന് നികുതി അടച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഇവിടെ നികുതി അടച്ചോ എന്നുള്ളതോ അല്ലെങ്കിൽ ബാങ്കിലൂടെ വാങ്ങിച്ചോ എന്നുള്ളതോ അല്ല വിഷയം. പല കള്ളപ്പണ ഇടപാടുകളും ബാങ്കിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പം അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ബാങ്കുകളായ HSBCക്കെതിരെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മണി ലോണ്ടറിങ് ചാർജസ് ഇന്ത്യയിലല്ല വിദേശത്തുണ്ടായിരുന്നു. അതിൻ്റെ പല ഉദ്യോഗസ്ഥന്മാരെ ഇതിനെ തുടർന്ന് ആ ബാങ്ക് മാറ്റി. അപ്പോൾ ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അത് ലീഗലാവണമെന്നില്ല. അത് ചില പഴുതുകൾ ഉപയോഗിച്ച് ലീഗലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ആർഗ്യുമെൻ്റ് അതുകൊണ്ട് തന്നെ പൊളിയുന്നു. പിന്നെ അടുത്ത ആർഗ്യുമെൻ്റ്, അത് ഇന്നലെയാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. പിന്നെ CMRL-ലും വീണയുടെ കമ്പനിയുമായിട്ട് സർവീസ് പ്രൊവൈഡറാണ് CMRL-ൻ്റെ വീണയുടെ എക്സാലോജിക്ക്. അങ്ങനെയാണെങ്കിൽ എന്ത് സർവീസാണ് കൊടുത്തത്? ഇതാണ് ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു മറുപടിയില്ല. മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല, അതല്ലെങ്കിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നില്ല, ആരും പറയുന്നില്ല. അപ്പോൾ അതിനൊരു ന്യായീകരണം ക്യാപ്സൂൾ ഇന്നലെ അറിയും. അതായത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സേവനം കൊടുക്കണമെന്നില്ല. ഉദാഹരണത്തിന് പിന്നെ അങ്ങേക്ക് ഒരു കമ്പനി ഉണ്ടെന്ന് ധരിക്കുക, അങ്ങ് അതിന് പിന്നെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റും മറ്റൊരാളുമായിട്ട് ഏർപ്പെടുന്നു. പക്ഷേ അങ്ങയുടെ കമ്പനിയിൽ അതിൻ്റെ പിന്നെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ഉപകരണങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സേവനം ഉപയോഗിക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഇതൊരു ഇൻഷുറൻസ് പോലെ, അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഇവരുടെ സേവനം കുറഞ്ഞ ചിലവിൽ കിട്ടും. അപ്പോൾ ഇതാണ് അവർ പറയുന്ന ന്യായീകരണം. അപ്പം പിന്നെ ഭാഗ്യവശാൽ വീണയുടെ കമ്പനിയുമായിട്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒപ്പിട്ടതിന് ശേഷം CMRL-ൻ്റെ സർവ്വ പ്രശ്നങ്ങളും ദൈവാനുഗ്രഹത്താൽ അങ്ങ് പരിഹരിക്കപ്പെട്ടു. വീണയ്ക്ക് ഇടപെടേണ്ട വന്നില്ല. മനസ്സിലായോ?
അപ്പോൾ സ്വാഭാവികമായിട്ടും വീണെങ്കിൽ സേവനം കൊടുക്കേണ്ട വന്നില്ല. അത് ഒരു ഈശ്വരാനുഗ്രഹം, കർത്താവിൻ്റെ ഒരു അനുഗ്രഹം. കർത്താവിന് ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുത്ത ഒരു അനുഗ്രഹമാണ്. ഇതല്ല, അതിനൊരു മറുപടിയുണ്ട്, കൃത്യമായ മറുപടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ CMRL പോലൊരു കമ്പനി ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൽ ഒപ്പിടണമെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർ ഇതേ തരത്തിലുള്ള ഇത്ര തന്നെ വലിപ്പമുള്ള നിരവധി കമ്പനികളുടെ AMC കൈകാര്യം ചെയ്തിട്ടുള്ളവരായിരിക്കണം. വീണയുടെ കമ്പനിക്ക്, എക്സാലോജിക്കിന് അങ്ങനെ മറ്റേതൊക്കെ കമ്പനികളുടെ AMC ആണ് ഉണ്ടായിരുന്നത്? ഇതിനു മുമ്പ് വീണയുടെ കമ്പനി ഇതുപോലെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ മറ്റുള്ള കമ്പനികൾക്കായിട്ടും അത് വലിയ മേജർ കമ്പനികൾക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നെ ഇനി അതിനേക്കാൾ ഗുരുതരമായൊരു ചോദ്യമുണ്ട്. ഈ വീണയുടെ കമ്പനി എന്ന് പറയുന്നത് എന്ന് തൊട്ടാണ് ഈ ലാഭം ഉണ്ടാക്കി തുടങ്ങിയത്? ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത് എക്സാലോജിക്ക് ലാഭം ഉണ്ടാക്കി തുടങ്ങിയത് 2016 തൊട്ടാണ്. അതായത് കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയം തൊട്ടാണ് ഇതിൻ്റെ വളർച്ച. അതെന്താണ് അങ്ങനെ വന്നത്? ഇത് വെറും യാദൃശ്യമാണ്. ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഓരോ ക്യാപ്സൂളിനും 1000 സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു എൻ്റെ രക്തത്തിന് വേണ്ടി എല്ലാവരും ദാഹിക്കുന്നു? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇപ്പം എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പം നമുക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കമ്പനി അഡ്രസ്സായിട്ട് വെച്ചത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംശയിച്ചത്? അത് സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പാളയത്തുള്ള ഓഫീസിൻ്റെ പിന്നെ അഡ്രസ്സാണ് ഇതിൻ്റെ കമ്പനിയുടെ അഡ്രസ്സായിട്ട് വെച്ചിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, ആരും നിഷേധിച്ചിട്ടില്ല. എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ പാർട്ടിക്കും ബന്ധമുണ്ടെന്നല്ലേ? അല്ല, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ പാർട്ടിയോടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ഇതിലോട്ട് വലിച്ചിഴയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇതിനൊന്നും മറുപടി പറയാൻ ക്യാപ്സൂളിന് കഴിയുന്നില്ല. അതായത് ഇപ്പം തിരിച്ചൊരു ചോദ്യമുണ്ട്. വീണയെ കേസിൽ ശിക്ഷിച്ചിട്ടില്ലല്ലോ. ഒരു പ്രതി കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് വരെ നിരപരാധി എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. അങ്ങനെയാണെങ്കിൽ പിന്നെ വീണയെ പിന്നെ പിണറായിയെ ഒക്കെ നമ്മൾ ഈ കേസിലോട്ട് വലിച്ചിഴയ്ക്കുന്നതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ, എന്തെങ്കിലും യുക്തിയുണ്ടോ? ന്യായമായ ചോദ്യമാണ് കേൾക്കുമ്പോൾ. പക്ഷേ അതിന് നമുക്ക് തിരിച്ച് ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ പരസ്യമായിട്ട് പല അഴിമതി കേസുകളുമായിട്ട് ബന്ധപ്പെടുത്തി മുൻകാലങ്ങളിൽ CPM നടത്തിയ പ്രചരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ പരേതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ CPM അഴിച്ചുവിട്ട ആക്രമണങ്ങൾ. അപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക അധിക്ഷേപം പോലും പിന്നെ മഴവെള്ളം പോലെ ചൊരിഞ്ഞു. അദ്ദേഹത്തിന് ഏതെങ്കിലും കോടതി പിന്നെ അങ്ങനെ ഒരു വിധി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും FIR തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരു കോടതിയും അദ്ദേഹത്തിനെ ഡിക്ലെയർഡ് ഗിൽറ്റി എന്ന് വന്നിട്ടില്ല. അതിനും വർഷങ്ങൾക്ക് മുമ്പ് രാജീവ് ഗാന്ധിക്കെതിരെ ബൊഫോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, റോഡിലൂടെ CPMൻ്റെ പ്രകടനം പോകുന്നു, വളരെ ഈണത്തിൽ തോക്കുകള്ള രാജീവേ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ. CPMൻ്റെ ഏത് സമ്മേളനത്തിലും തോക്കുകള്ള രാജീവേ ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ഗാന്ധി ഏതെങ്കിലും കോടതി ബൊഫോഴ്സ് കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ? അപ്പം CPM ഇപ്പം ഒന്നും വേണ്ട, RSSന് മഹാത്മാഗാന്ധി വധത്തിൽ ഒരു പങ്കുമില്ല. അത് എല്ലാ കോടതികളും അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷേ ഇപ്പോഴും RSSനെ സംശയത്തിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ എല്ലാ വർഷവും CPM നടത്തും. അപ്പോൾ CPMന് ഇത്തരം എന്ത് പരിപാടികൾ വേണമെങ്കിലും നടത്താം. CPMനെതിരെ ആരും നടത്തരുത്. ഇത് ശ്രീമൻ പിണറായിയുടെ രക്തത്തിന്, സഹാവിൻ്റെ രക്തത്തിന് വേണ്ടി ആരും ദാഹിക്കുന്നില്ല. പ്രശ്നം അതല്ല. പിന്നെ മടിയിൽ കനമുള്ളവന് വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് പേടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ മടിയിലുള്ള കനമാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരുപാട് സംശയങ്ങൾ. അതായത് ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അബുദാബി കമേഴ്ഷ്യൽ ബാങ്ക് പിന്നെ വീണ വിജയൻ ഉണ്ടെന്ന് പറയപ്പെടുന്ന അക്കൗണ്ടിലേക്ക് വന്ന പൈസയെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നുള്ള വിഷയം വന്നു. അപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? ഈ അന്വേഷണ ഏജൻസികളൊക്കെ
കോടതികളില്ലേ ഇവിടെ? ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി പല കേസുകളിലും സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചിട്ടുണ്ടല്ലോ. പിണറായി വിജയൻ്റെ സുഹൃത്തല്ലേ? അദ്ദേഹത്തിൻ്റെ മാതൃക പിണറായി വിജയനും അനുകരണീയമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഏജൻസികൾ പ്രതിസ്ഥാനത്ത് പേര് ചേർത്തത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കോടതിയിൽ സാധിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിനകത്തിൽ വിരളി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. വൈര്യനിര്യാതനത്തിൻ്റെ ഒരു പ്രശ്നം അതിൽ വരുന്നില്ലല്ലോ. കാരണം കേരളത്തിൽ തന്നെ എത്രയോ വ്യക്തികൾക്കെതിരെ കേസെടുത്തിട്ട് ഒടുവിൽ അവർ നിരപരാധികളാണെന്ന് കേരള പോലീസ് കേസെടുത്ത് എത്രയോ ഉദാഹരണങ്ങളുണ്ട് കേരളത്തിൽ. അതൊക്കെ ശ്രീ പിണറായി വിജയൻ നേരിട്ട് ചെയ്താണെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഈ ന്യായമെല്ലാം വരുമ്പം അത് ഏകപക്ഷീയമായി നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം സംസാരിക്കുകയും നമ്മൾക്ക് പ്രതികൂലമാകുന്നതോ സംശയം ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ അവയ്ക്ക് നേരെ കണ്ണടച്ചാൽ അത് ജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടില്ല. കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുമ്പോൾ പൂച്ചയ്ക്ക് തോന്നും ലോകം മുഴുവൻ ഇരുട്ടാണെന്ന്. പക്ഷേ ഇരുട്ട് പൂച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ, ലോകത്തിൻ്റെ ഇരുട്ടൊന്നുമില്ല. ലോകം അപ്പോഴും പൂച്ച പാല് കുടിക്കുമ്പോഴും ലോകം കണ്ടുകൊണ്ടിരിക്കുക. പൂച്ച സ്വയം കുടിക്കുകയാണെന്ന് പൂച്ചയ്ക്ക് തോന്നുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. ഈ ക്യാപ്സൂളുകൾ ഒന്നൊന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അനുകൂലിച്ചും ഉള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ക്യാപ്സൂളുകളുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലും അവരിറങ്ങും. പക്ഷേ ഓരോ ക്യാപ്സൂളും പുതിയ പുതിയ സംശയങ്ങൾക്ക് വഴിവെക്കുകയും പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെളുക്കാൻ തേച്ച ഈ ക്യാപ്സൂളുകളൊക്കെ ഒടുവിൽ പാണ്ട് ഉണ്ടാക്കി സംഗതി ബുദ്ധിമുട്ടിലാക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.